Good morning and good evening. How are you everybody? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. God is doing a new thing. ദൈവം ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. യെശയ്യാവ് 43:19 പഠിക്കുമ്പോൾ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Behold, I am doing a new thing. Behold, I am doing a new thing. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകും. അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഇപ്പോൾ ഉത്ഭവിക്കും. Now it spring up. Do you not perceive it? അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി ഡിലേ ആയി കിടക്കും. രോഗസൗഖ്യം, നിങ്ങളുടെ കടഭാരത്തിൻ്റെ വിടുതലുകൾ, നിങ്ങളുടെ ജനറേഷൻ്റെ മേലുള്ള ഡിപ്രഷൻ സംബന്ധമായ വിടുതലുകൾ, ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? ഈ വാക്യത്തിൻ്റെ ബേസിൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ആ വിശ്വാസത്തിൻ്റെ ബേസിൽ അതിപ്പോൾ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്ത ഒരു സംഭവം, നിങ്ങൾ ആ പ്രാർത്ഥനാ സബ്ജക്റ്റ് മാറ്റിക്കളഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് കേൾക്കാൻ നിമിത്തം ദൈവത്തോട് തന്നെ വിരക്തി തോന്നിയവരുണ്ട്. പ്രാർത്ഥനയോട് വിരക്തി, ചർച്ച ആക്ടിവിറ്റീസിനോട് വിരക്തി, ഇങ്ങനെയൊക്കെ തോന്നിയവരുണ്ട്. എന്നാൽ മടുത്തു പോകരുത്. മടുത്തു പോകാതെ ഉത്സാഹിച്ച് പ്രയർ ലൈഫിൽ ഭയങ്കരമായി ശക്തിപ്പെടണം. God is doing a new thing. ദൈവം ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ന്യൂ തിങ്, പുതിയ കാര്യം. പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പുതിയത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പുതിയ വിടുതലുകൾക്ക് വേണ്ടി നാം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ വചനം നമ്മോട് പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Behold, I am doing a new thing. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു മിറക്കിൾ ഈ സന്ദേശത്തിലൂടെ ചെയ്യാൻ പോകും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം വളരെ ടഫായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ അസാധ്യമായി തോന്നിയേക്കാം. പക്ഷേ അതിനപ്പുറത്ത് വലിയ ചില വിടുതൽ സമയം കഴിഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ സമയം ആയി വരുന്നതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ടൈം നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഒരു പുതിയ കാര്യം ഈ ജനത്തിനു വേണ്ടി അങ്ങ് ചെയ്യാൻ പോകും. അങ്ങയുടെ അത്ഭുത വഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ. അവരുടെ പ്രശ്നത്തിന്മേൽ പരിഹാരം കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെയെല്ലാം ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നടക്കാൻ പോകുന്ന മെലെ കോൺഫറൻസ് നിങ്ങളെല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ സീസൺ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ആൾ തിരിച്ചറിയാത്ത നിലയിൽ നിങ്ങൾ മിനിസ്ട്രിയിൽ ഉപയോഗിക്കപ്പെടാൻ പോകും. ഗോഡ് ബ്ലസ് യു. ലവ് യു.